BJP സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരെ അമ്മാടം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ പാറളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത്. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം AS ദിനകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ വെറുതെ പറയാണ് എന്ന മട്ടിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ, ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരൊക്കെ തന്നെ പലപ്പോഴും പറയാറുണ്ട്. ഏറ്റവും അടുത്തായിട്ട് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ, ഒന്ന് 2005 കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന ജയറാം രമേശ് ഇവിടെ പ്രഖ്യാപിച്ചു, കേരളത്തിലെ ആളുകളോട് ഉൾപ്പെടെ മനസ്സിലാകുന്ന വിധത്തിൽ പ്രഖ്യാപിച്ചു, ഇന്ത്യ രാജ്യത്ത് തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നതിന് വേണ്ടി പഴയ 2005 അധികാരത്തിൽ വന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ മുന്നണിയുടെ ഭാഗമായി അന്ന് പ്രകടന പത്രികയിൽ ഒക്കെ തന്നെ പറഞ്ഞിരുന്നെങ്കിലും അത് നടപ്പിലാക്കാനായി നിർബന്ധം ചെലുത്തുകയും ഒരു മിനിമം പരിപാടി ഉണ്ടാക്കി ആ പൊതു മിനിമം പരിപാടിയിൽ ഉൾപ്പെടുത്തുകയും ഇതിനാവശ്യമായ കരട് നിയമം എഴുതി തയ്യാറാക്കിയത് സഖാവ് സീതാറാം യെച്ചൂരിയാണ് എന്ന കാര്യം അവർ തന്നെ പ്രഖ്യാപിച്ചതാണ്. ജയറാം രമേശ് മന്ത്രി, അന്നത്തെ മന്ത്രി. പിന്നീട് ഇങ്ങോട്ട് പലരും ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ അവർ തന്നെ ഇക്കാര്യം പ്രതിപാദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നതിന് തീരുമാനമെടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം CPIM ആണ്, ഇടതുപക്ഷ പാർട്ടികളാണ് എന്നാണ് ചുരുക്കം. കോൺഗ്രസ് അധികാരത്തിൽ തുടർന്നപ്പോൾ 2005 മന്ത്രിസഭയുടെ കാലത്ത് നമ്മളുണ്ടായിരുന്ന പിന്തുണ പിൻവലിച്ച അവസരം നമ്മൾ അതിൽ പോന്നല്ലോ, 62 പേരും. പിന്നീട് അധികാരത്തിൽ വന്ന 2ാം UPA സർക്കാരിന്റെ കാലത്ത് നമുക്ക് തൊഴിലുറപ്പിലുണ്ടായിരുന്ന ചില്ലറ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചു എന്നത് മാത്രമാണ് അതിലുണ്ടായിരുന്ന ഗുണമുള്ളൂ. യൂണിയൻ പാറളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജെയിംസ് P. പോൾ അധ്യക്ഷനായി. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതിരുന്ന സമയത്ത് BJP ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ 62 MP-മാരുടെ പിന്തുണയുള്ള ഇടതുപക്ഷ MP-മാർ പിന്തുണ കൊടുക്കുകയാണുണ്ടായത്. ആ പിന്തുണ കൊടുക്കുന്നതിന് പകരമായിട്ട് ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനം ആവശ്യപ്പെട്ടത് മന്ത്രി പദമോ മറ്റു ഔദ്യോഗിക പദവികളോ അല്ല, മറിച്ച് ഇന്ത്യ രാജ്യത്തെ പട്ടിണി പാവങ്ങളായിട്ടുള്ള ആ പട്ടിണി പാവങ്ങൾക്ക് ഒരു വർഷത്തിൽ മിനിമം ഇത്രയെങ്കിലും തൊഴിൽ ലഭ്യമാക്കണം. അതിനുവേണ്ടിയാണ് ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഒരു വർഷത്തിൽ 100 ദിവസമെങ്കിലും പണി കൊടുക്കാൻ 18 വയസ്സിന് കൂടുതൽ എത്ര സമയമാണോ അവർക്ക് പണിയെടുക്കാൻ സാധിക്കുക അതുവരെ തൊഴിലുറപ്പ് നൽകുന്ന ഒരു തൊഴിലുറപ്പ് പദ്ധതിയാണ് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നത്. PR രമേശ്, ആശ മാത്യു, മിനി വിനയൻ എന്നിവർ സംസാരിച്ചു.